ശ്രീ ശ്രീമുഖി ഓം ഉഷാവ അശ്വസ്യമേത്യസ്യ ശിരഃ സൂര്യചക്ഷുഃ വാതഃ പ്രാണോ വ്യാപ്തം അഗ്നിർവൈശ്വാനരഃ സംവത്സര ആത്മാ അശ്വസ്യമേത്യസ്യ ദ്യൗഃ പൃഷ്ഠം അന്തരിക്ഷം ഉദരം പൃഥിവീ പാദസ്യം ദിശഃ പാർശ്വേ വാന്ദ്രദിശഃ പർശവ ഋതവോ അംഗാനി മാസാശ്ചർദ്ധമാസാശ്ച പർവാണി അഹോരാത്രാണി പ്രതിഷ്ഠ നക്ഷത്രാണ്യസ്തീനി നഭോ മാംസാനി ഓവധ്യംസികതാഃ സിന്ധവോ ഭൂതാഃ യകൃശ്ച ക്ലോമാനശ്ച പർവതാഃ ഓഷധേശ്ച വനസ്പതേശ്ച ലോമാനി ഉദ്യൻ പൂർവാർദ്ധോ നിമ്ലോചൻ ജഘ്നാർത്ഥോ യതദ് വിദ്യത്തിജൃംഭതേ തദ്വിദ്യോതതേ യദ്വിധൂനുതേ തസ്ഥനയതി യദ്മേഹതി തദ്വർഷതി വാഗേവസ്യ വാഗ് തത്ര താവത് അശ്വമേധ വിജ്ഞാനായ ഉഷാവാശ്വസ്യ ഇത്യാദി. ഉഷാരം പറയുന്നത് ഉഷോവാശ്വസ്യ എന്ന് പറയുന്ന ഈ ഭാഗം ആരംഭിച്ചിരിക്കുന്നത് അശ്വമേധ വിജ്ഞാനത്തിൽ, അശ്വമേധ ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ്. വിജ്ഞാനം എന്ന് പറഞ്ഞ ഉപാസന. തതശ്ച അശ്വവിഷയമേവ ദർശനം ഉച്യതേ. ഇത് അശ്വത്തെ സംബന്ധിച്ചുള്ള ഉപാസനയാണ്. അശ്വമേധത്തിലെ അശ്വം, അതിനെക്കുറിച്ചുള്ള ഉപാസന. ദർശനം എന്ന് വെച്ചാൽ ഉപാസന. അശ്വമേധത്തിലെ ഒരു പ്രധാനമായ അംഗമാണ് അശ്വം. പ്രാധാന്യത അശ്വസ്യ. അശ്വമേധത്തിൽ അശ്വത്തിന് വളരെ അശ്വമേധ കർമ്മത്തിൽ അശ്വത്തിന് പ്രാധാന്യമുണ്ട്. പ്രാധാന്യം തന്നമാങ്കിതത്വകൃതോഹ. യാഗത്തിന് തന്നെ അശ്വമേധം എന്നാണ് പേര്. അശ്വവുമായി ചേർത്താണ് അതിന്റെ പേര് തന്നെ വന്നിരിക്കുന്നത്. മാത്രമല്ല പ്രാജാപത്യ ത്വച്ച, ഇതിന്റെ ദേവത പ്രജാപതിയാണ്. മുമ്പ് പറഞ്ഞു മറ്റ് കർമ്മങ്ങളിൽ വെച്ചെല്ലാം
വളരെ മുഖ്യമാണ്. അശ്വമേധം ഓരോ കർമ്മത്തിനോരോ ദേവതയുണ്ട്. ഇവിടെ പ്രജാപതിയാണ് ദേവത, അതുകൊണ്ട് അതിന് പ്രാധാന്യമുണ്ട്. അതുകൊണ്ടിവിടെ ആ പശു അശ്വമേധ കർമ്മത്തിന്റെ അംഗമായിരിക്കുന്ന ആ അശ്വത്ത് ഇവിടെ പ്രജാപതിത്വ കർമ്മം, പ്രജാപതി ഭാവന, പ്രജാപതി വിരാട് പുരുഷൻ, ആ വിരാട് ഭാവന അത് വിഷ്ണുത്വാദികരണം ഇവ പ്രതിമാകും. ഭാഷകാരൻ എങ്ങനെയാണ് ഒരു പ്രതിമയെ അതിനെ വിഷ്ണുവാണെന്ന് ധ്യാനിക്കുന്നത്, അതുപോലെ അശ്വമേധത്തിന്റെ ഭാഗമായിരിക്കുന്ന അശ്വത്തെ വിരാട് ഭാവന, അതിന്റെ ഫലം പ്രജാപതിത്വ പ്രാപ്തി. ഉഷാവാശ്വസ്യ മേധ്യസ്യ ശിരഃ, മേധ്യം മേധാർഹമായിരിക്കുന്ന, മേധാന്തയജ്ഞം യജ്ഞാർഹമായിരിക്കുന്ന, യജ്ഞത്തിൽ ഉപയോഗിക്കേണ്ടതായ അശ്വത്തിന്റെ ശിരസ് അതെന്താണ്? ഉഷസ്സാണ്. ഈ വിരാട് പ്രപഞ്ചത്തിന്റെ ഒരു പ്രധാനമായ ഭാവമാണ് ഉഷ. ഉഷസ് ബ്രാഹ്മോ മുഹൂർത്ത ഭാഷകാരൻ പറയും. പ്രഭാതം അത് അശ്വത്തിന്റെ ശിരസ്സാണ്. അപ്പൊ അശ്വത്തിന്റെ ശിരസിലെ അത് ഉഷസ്സാണ്. അശ്വം പ്രപഞ്ചാത്മകമാണ്. അങ്ങനെ ഭാവന ചെയ്യുക. സൂര്യചക്ഷുഹു അതിന്റെ കണ്ണ്, അതാണ് സൂര്യൻ. വാതഃ പ്രാണോ, വായു അതാണ് അതിന്റെ പ്രാണൻ. വായുവാണ് ഈ അശ്വത്തിന് പ്രാണനായിരിക്കുന്നത്. വ്യാപ്തം അഗ്നിർവൈശ്വാനരഃ, വ്യാപ്തം എന്ന് വെച്ചാൽ അതിന്റെ തുറന്ന വായു. അശ്വത്തിനങ്ങനെ ഒരു സ്വഭാവമുണ്ട്, ഇതിലേക്ക് അത് വാതറം, അത് വൈശ്വാനരാഗ്നിയാണ്. വൈശ്വാനരാഗ്നി സംവത്സര ആത്മാ അശ്വസ്യ മേധ്യസ്യ, വരുന്ന എല്ലായിടത്തും ഇങ്ങനെ ചേർക്കണം. മേധ്യസ്യ അശ്വസ്യ ദേഹു പൃഷ്ഠം. അങ്ങനെ സംവത്സരമാണ് അതിന്റെ ആത്മാ, ശരീരം. ആത്മാന്ന് വെച്ചാൽ ഇവിടെ ശരീരം. ദേഹു പൃഷ്ഠം അതിന്റെ പൃഷ്ഠഭാഗമാണ്. ദ്വിലോകം. അന്തരിക്ഷ ഉദരം, അതിന്റെ ഉദരം, ഉദരം എന്ന് പറയുന്നത് ഒഴിഞ്ഞ സ്ഥലമാണ്. അതുകൊണ്ട് അന്തരീക്ഷം ഒഴിഞ്ഞ സ്ഥലമാണ്. അതുകൊണ്ട് അതിനെ പറഞ്ഞു. പൃഥ്വി പാജസ്യം, പാജസ്യം കുളമ്പ്, അതാണ് ഈ പൃഥ്വി. ദിശപാർശ്വേ, അതിന് വശങ്ങളുണ്ടല്ലോ, പാർശ്വഭാഗങ്ങൾ. അശ്വത്തിന്റെ പാർശ്വഭാഗങ്ങൾ ദിക്കാണ്. അതിന് ദിക്കായി ഭാവന ചെയ്യുന്നു. അവാന്തര ദിശവ പർശവ, ദിക്കുകളിൽ തന്നെ അവാന്തര ദിക്കുകളുണ്ടല്ലോ, വായുകോണം അഗ്നികോണം എന്നെല്ലാം പറയുന്നു. അതാണ് പർശവ, പാർശ്വ അസ്ഥികൾ. ഋതവോ അംഗാനി, ഋതുക്കളാണ് അതിന്റെ അംഗങ്ങൾ. മാസാസ് അർദ്ധമാസാസ് പർവാണി, അതിന്റെ സന്ധികൾ. അത് മാസം, അർദ്ധമാസം എന്ന് പറയുമ്പോൾ പക്ഷം, അതാണ് അതിന്റെ പർവങ്ങൾ. അഹോരാത്രാണി പ്രതിഷ്ഠ, അതിന്റെ പാദം. പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ പാദം. പ്രതിഷ്ഠതി ഏതൈഹി, 4 കാലുകളുണ്ടല്ലോ, അതാണ്. നക്ഷത്രാണി അസ്ഥീനി, അസ്ഥി നക്ഷത്രങ്ങളാണ് അതിന്റെ അസ്ഥികൾ. നഭോ മാംസാനി,
നഭസ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഭാഷകാരൻ പറയുന്നു നഭസ്ഥ മേഘ, ആകാശത്തുള്ള മേഘം, അതാണ് അതിന്റെ മാംസം. എന്തുകൊണ്ടങ്ങനെ പറഞ്ഞു? അന്തരീക്ഷസ്യ ഉദരത്തുക്തേർ മാംസാനി ഉദക രുധിര സേചന സാമാന്യം. മാംസത്തിൽ നിന്നാണല്ലോ നീര് രക്തമെല്ലാം വരുന്നു. അതുപോലെ മേഘത്തിൽ നിന്ന് ജലം വരുന്നു. അതുകൊണ്ട് അതിന്റെ മാംസം. ഊവധ്യം സികതാഹ, ഊവധ്യത്തിന് ഭാഷകാരൻ പറയുന്നത് ഉദരസ്ഥം അജീർണം അശനം. അതിന്റെ വയറ്റിൽ കിടക്കുന്ന ജീർണിക്കാത്ത ആഹാരം. കാരണം അശ്വ ധാരാളം തിന്നുന്ന സ്വഭാവമാണ്, എപ്പോഴും അതിങ്ങനെ തിന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഏത് സമയം അതിന്റെ വയറ്റിൽ കുറച്ച് അജീർണമായത് കാണും, ദഹിക്കേണ്ടത്. അത് മണൽത്തിട്ട സികത, മണൽത്തിട്ടുകളാണ് സമുദ്രതീരത്തും നദീതീരത്തും ഒക്കെ ഉള്ളത്. എന്താ അതങ്ങനെ പറയാൻ കാരണം? പറയുന്നു വിസൃഷ്ടാവയവത്വ സാമാന്യ. മണലിന്റെ സ്വഭാവം എന്താണ്? ഒന്നൊന്നിനോട് ചേർന്നിരിക്കത്തില്ല. അതുപോലെ ദഹിക്കാത്ത ആഹാരവും അങ്ങനെയാണ്. സിന്ധവോ ഗുദാഹ, അതിന്റെ ഗുദമാണ് സിന്ധു നദികൾ. യകൃശ്ച ക്ലോമാനശ്ച പർവ്വതാഹ, യകൃത് കരൾ, ക്ലോമാൻ പാൻക്രിയാസ് എന്ന് പറയുന്നു, അതാണ് പർവ്വതം. ഓഷധേശ്ച വനസ്പതേശ്ച ലോമാനി, ഓഷധികളും വനസ്പതികളും. ഓഷധി എന്ന് പറയുന്നത് ചെറിയ ചെടികൾ, വനസ്പതി എന്ന് പറയുന്നത് കായുണ്ടായി നശിച്ചു പോകുന്നു, രണ്ടായി തിരിക്കുന്നു. ചിലത് കായുണ്ടായി നശിച്ചുവല്ല, വാഴയും മറ്റും, നെല്ല്, വാഴ, അതും അതല്ലാത്തതും. അതാണ് ഓഷധികളും വനസ്പതികളും. അതാണ് അതിന്റെ രോമങ്ങൾ. ലോമാനി ലോമാനി കേശാസ്ഥേത സംഭവം. രോമമൊന്നും കേശമൊന്നും പറയുന്നൊരു വ്യത്യാസമുണ്ട്. തലയിലുണ്ടാകുന്ന കേശം, ശരീരത്തിലുണ്ടാകുന്ന രോമം. അതുകൊണ്ട് അതിന്റെ രണ്ടിനെ എടുക്കണമെന്നാണ് ഭാഷ്യകാരൻ പറഞ്ഞിരിക്കുന്നത്. ഉദ്ദിൻ പൂർവാർദ്ധവും, കുതിര രണ്ടായി ഭാഗിച്ചു നോക്കുക. അതിന്റെ പൂർവഭാഗം ഉദയമാണ്. നിമ്ലോചൻ ജഗന്നാർത്ഥോ, ബാക്കി ഭാഗം പിന്നിലേക്ക് വരുന്ന ഭാഗം അത് അസ്തമയമാണ്. കാരണം മുൻഭാഗം ഉയർന്നും പിൻഭാഗം താഴ്ന്നുമാണല്ലോ. അതുകൊണ്ട് യത് വിജൃംഭതേ തദ് വിദ്യോതതേ യത് വിധൂനത്തെ തത് തനയതി. ഇടിവെട്ടുന്നതിനെ കുറിച്ച് പറയുന്നു. കുതിരയ്ക്ക് ഒരു സ്വഭാവം ഉണ്ട്, അതിടയ്ക്ക് ഇങ്ങനെ വായു തുറന്ന് പോട്ടുവാവിടും, വായു തുറന്ന് ശ്വാസങ്ങൾ. അപ്പോൾ ശരീരമൊക്കെ ഒന്ന് പ്രത്യേക രീതിയിൽ ചലിപ്പിക്കുകയും ചെയ്യും. അതാണ് വിദ്യോതത്തെ, മിന്നൽ. അത് വിജൃംഭത്തെ തദ് വിദ്യോതത്തെ. വിധൂനത, അതിന്റെ സ്വഭാവമാണ് ഇങ്ങനെ ശരീരം കൊടയുക. ഇടയ്ക്ക് നിന്നിട്ട് മൊത്തം പട്ടിയും മറ്റും ശരീരം ഇങ്ങനെ കുടയും, 4 കാല് തറയിൽ ഉറപ്പിച്ച് നിന്നിട്ട് അതിന്റെ ശരീരത്തിലിരിക്കുന്ന രോമവും പൊടിയൊക്കെ തെറിച്ചു പോകും. അതാണ് വിധൂനത്തെ എന്ന് പറയുന്നത്. അത് സ്ഥലീയത, ഇടിവെട്ടൽ. വായു തുറന്ന് ചില ഗോഷ്ടിയൊക്കെ കാണിക്കുമല്ലോ, അതാണ് മിന്നൽ. മിന്നൽ എന്ന് പറയുമ്പോൾ വായു തുറന്ന് പല്ല് കാണുമല്ലോ, വെളുത്ത പല്ല്. അതുകൊണ്ടാണ് മിന്നൽ എന്ന് പറയുന്നത്. മറ്റത് ശബ്ദം കേൾക്കും, ശരീരം കുടയുമ്പോൾ പൊട്ടപ്പൊട്ടാന്നൊരു ശബ്ദം കേൾക്കും. അതുകൊണ്ട് അതിനെ ഇടി എന്ന് പറഞ്ഞു. മേഘതി, അത് മൂത്രം ഒഴിക്കുന്നതാണ് വർഷം. വാഗേവാസ്യ വാക്ക് പറയുന്നു. അതിന്റെ വാക്ക് അത് തന്നെയാണ് ഈ പ്രപഞ്ചത്തിലെ വാക്ക്. അത് ഈ ശബ്ദം മുഴുവൻ അതാണ്. അശ്വമേധയാഗം ചെയ്യാൻ കഴിയാത്ത, അതിന് അധികാരമില്ലാത്തവർക്ക് അശ്വമേധയും. അശ്വമേധയാഗം കൊണ്ട് എന്ത് ഫലം കിട്ടുമെന്നോ അത്
അർത്ഥചിന്തയോടുകൂടി ഈ മന്ത്രങ്ങൾ ഒരു നിഷ്ഠയോടുകൂടി ചൊല്ലിക്കഴിഞ്ഞാൽ കിട്ടും, അധ്യയനം ചെയ്താൽ കിട്ടും എന്നാണ്. അതാണ് ഉപാസന. അവിടെ അർത്ഥബോധം വേണം. അടുത്ത് പറയുന്നു അഹർവ അശ്വം പുരസ്താത് മഹിമ അന്വജായത തസ്യ പൂർവേ സമുദ്രേ യോനി രാത്രിലേനം പശ്ചാത് മഹിമ അന്വജായത തസ്യ അപരേ സമുദ്രേ യോനി ഏതോ വാശ്വം മഹിമാനോ അഭിതഃ സംബഭൂവതുഃ ഹയോ ഭൂത്വാ ദേവാൻ അവഹത് വാജി ഗന്ധർവാൻ അർവ അസുരാൻ അശ്വ മനുഷ്വാൻ സമുദ്രേവ അസ്യ ബന്ധുഃ സമുദ്രോ യോനിഃ. അഹർവാശ്വം പുരസ്താത്, അശ്വത്തിന്റെ മുൻഭാഗത്ത് മഹിമയായി പകൽ പ്രകടമായി എന്നാണ്. മഹിമ എന്ന് പറയുന്നത് അശ്വമേധയാഗത്തിൽ സൗവർണ രാജതോ മഹിമാഖ്യു ഗ്രഹു അശ്വസ്യ അഗ്രഹ പൃഷ്ഠതശ്ച സ്ഥാപ്യതേ ഭാഷകാലം പറയും. അശ്വമേധയാഗത്തിൽ അശ്വത്തിന്റെ പിൻഭാഗത്തും മുൻഭാഗത്തും, മുമ്പിൽ സ്വർണത്തിന്റെ, പിന്നിൽ വെള്ളിയുടെ 2 പാത്രം വയ്ക്കും. അതിനോട് മഹിമ എന്ന് പറയുന്നു. യാഗത്തിന്റെ ഒരു ഭാഗമാണ്. അത് മുമ്പിലും പിമ്പിലും വയ്ക്കുന്നു ആ പാത്രങ്ങൾ. കാരണം അശ്വമേധ യാഗമാണല്ലോ ഇവിടെ. അശ്വവും അതിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ. ആ മുമ്പിൽ കാണുന്നത് എന്താണ്? അത് ആ പാത്രമായി പ്രകടമായിരിക്കുന്നതാണ് പകല്. കാരണം സ്വർണം തിളക്കമുള്ളതാണ്. അതിന്റെ പകലെവിടുന്നാ വരുന്നത്? സമുദ്രത്തിൽ നിന്നല്ലേ. കാരണം സൂര്യൻ സമുദ്രത്തിൽ നിന്ന് വരുന്ന നമ്മുടെ അനുഭവം. അതുകൊണ്ട് പറയുന്നു എന്താണ്? തസ്യപൂർവേ സമുദ്രേ യോനി, പൂർവ്വ സമുദ്രമാണ്, കിഴക്ക് സമുദ്രമാണ് അതിന് കാരണമായിരിക്കുന്നത്. അതിന് നേരെ വിപരീതമായി രാത്രിനേരം പശ്ചാത്, അസ്തമിക്കുന്നത് പടിഞ്ഞാറേ കടലിലല്ലേ. അതുകൊണ്ട് അത് രാത്രിയാണ്. രാത്രിനേനം പശ്ചാത് മഹിമാന്വജായത തസ്യപരേ സമുദ്രേ യോനി പറയുന്നു. പശ്ചിമ സമുദ്രം, അതിന്റെ കാരണമാണ്. അവിടെ നിന്നാണ് ഇത് പ്രകടമാകുന്നത്. ഏതോ വാശ്വം മഹിമാനോ അഭിതഃ, അങ്ങനെ 2 പാത്രങ്ങൾ, പകലും രാത്രിയുമായ പോലെ 2 പാത്രങ്ങൾ അശ്വത്തിന്റെ 2 ഭാഗത്തിലുണ്ട്. അതിനെ രാത്രിയായിട്ട് സങ്കല്പിക്കും. നേരത്തെ പറഞ്ഞ അശ്വത്തിലുള്ള സങ്കല്പം. ഇത് പറയുന്നു അശ്വത്തിന്റെ മുന്നിലും പിന്നിലും ഇരിക്കുന്ന ആ പാത്രം. ഇത് പറയുമ്പോൾ നമുക്ക് വ്യക്തമാകത്തില്ല. പക്ഷെ ഇത് പറഞ്ഞപ്പോൾ ഇത് വൈദികർക്ക് വേണ്ടിയാണ് പറഞ്ഞത്. വേദം പഠിക്കുകയും വൈദിക കർമ്മങ്ങൾ ചെയ്യുകയും അവർക്കിത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. എന്താണ് പാത്രം, എവിടെയാണ് അശ്വം, ഇതെല്ലാം അവർക്കത് പറയുമ്പോൾ എളുപ്പം മനസ്സിലാവും. എന്നിട്ട് അശ്വത്തെക്കുറിച്ച് പറയുന്നു ഹയോ ഭൂത്വ ദേവാൻ ഹയസ്. ഹയം എന്ന അശ്വത്തിനൊരു പര്യായമുണ്ടല്ലോ, അതൊരു പ്രത്യേക വിഭാഗമാണ്. അതാണ് ദേവന്മാരെ വഹിക്കുന്ന അശ്വം. വാജി എന്നും പറയും അശ്വത്തിന്, പര്യായമാണ്. പക്ഷെ അതെന്താണ്? ഗന്ധർവന്മാരുടെ അശ്വമാണ്. അർവ എന്നും പേരുണ്ട്, അത് അസുരന്മാരെ വഹിക്കുന്ന അശ്വമാണ്. അശ്വം എന്ന് പറയാറുണ്ടല്ലോ, അത് മനുഷ്യനെ വഹിക്കുന്ന അശ്വമാണ്. സമുദ്രേവ അസ്യ ബന്ധു എന്ന് പറയുന്നു. സമുദ്രത്തിൽ നിന്നാണ് അശ്വം പ്രകടമായതെന്ന് പറയാറുണ്ട്. സമുദ്രമഥനത്തിലും മറ്റും അങ്ങനെ പറയാറുണ്ടല്ലോ. അതുകൊണ്ട് പറയുന്നു ഇതിന്റെ ഉത്പത്തി സ്ഥാനം സമുദ്രയോനി, അതാണ്. ഇവിടെ ഭാഷ്യകാരൻ പറയും
ഇവിടെ ഉത്പത്തിസ്ഥാനം എന്ന് പറഞ്ഞിരിക്കുന്നത് സമുദ്രയോനി കാരണം ഉത്പത്തി പ്രയോഗം സ്വശുദ്ധവിനി ശുദ്ധസ്ഥിതി സ്തൂയത്തെ സമുദ്രവേദി പരമാത്മാ ബന്ധു ബന്ധുനം ബന്ധ്യതി അസ്മിൻ വാസ്തവത്തിൽ പരമാത്മാവ് തന്നെയാണ്. കാരണം ഇവിടെ പ്രജാപതിയാണല്ലോ ഇങ്ങനെ ഭാവന ചെയ്യുന്നു. പരമാത്മാവിൽ നിന്നാണ് ഇതെല്ലാം പ്രകടമായിരിക്കുന്നത്. അതുകൊണ്ട് സമുദ്രമാണ് ഇതിന് കാരണമായിരിക്കുന്നത്. പ്രജാപതി പരമാത്മാവാണ് ഇതിന് കാരണമായിരിക്കുന്നത്. ആ പരമാത്മാവിൽ നിന്നാണ് പ്രജാപതി ഭാവം പ്രകടമായത്. വിരാട് രൂപത്തിലുള്ള ഈ പ്രപഞ്ചവും ആ പരമാത്മാവിൽ നിന്നാണ് ഉണ്ടായത്. അതുകൊണ്ട് ഈ കാണുന്ന വിരാട് രൂപത്തിലുള്ള പ്രപഞ്ചം പരമാത്മാവ് തന്നെയാണ്. അതിനെ അശ്വത്തിലൂടെ ഭാവന ചെയ്യുന്നു. പ്രതിമയിൽ വിഷ്ണുവിനെ ഭാവന ചെയ്യുന്നു പോലെ. കേവലം ഒരു പ്രതിമ വച്ചിട്ടത് വിഷ്ണുവാണെന്ന് ഭാവന ചെയ്യാമെങ്കിലും ഇതും ചെയ്യാം. ഇത് വൈദിക ഉപാസന, മറ്റത് സ്മാർത്ഥ ഉപാസനകൾ. പ്രതിമയിൽ വിഷ്ണുവിനെയും മറ്റും ഭാവന ചെയ്യുന്നത്. അടുത്ത ബ്രാഹ്മണം ദ്വിതീയ ബ്രാഹ്മണം. ദ്വിതീയ ബ്രാഹ്മണത്തിൽ എന്താണ് ചുരുക്കത്തിലുള്ളതെന്ന് വാർത്തികത്തിൽ പറയുന്നുണ്ട്. ദ്വിതീയ ബ്രാഹ്മണേ വന്യേ രശ്വമേധോപയോഗിന ഉപാസനം വിരാട് ബുദ്ധ്യാ കാര്യത്വേന വിധീയതേ. ദ്വിതീയ ബ്രാഹ്മണത്തിൽ അശ്വമേധത്തിലെ ഭാഗമായിരിക്കുന്ന അശ്വത്തെ വിരാട് ബുദ്ധിയിൽ ഉപാസിക്കുക, അതിനെ വിരാട്ടായി ഭാവന ചെയ്യുക. വിരാട് ബുദ്ധിയ ഉപാസന എന്ന് വെച്ചാൽ അതിനെ വിരാട്ടായി ഭാവന ചെയ്യുക. അതാണ് ഈ ദ്വിതീയ അധ്യായത്തിൽ. ഇത് തന്നെയാണ് അശ്വോപാശ്ചര്യം ജ്ഞേയ പ്രഥമ ബ്രാഹ്മണോദിത. ആദ്യ ബ്രാഹ്മണത്തിൽ പറഞ്ഞ അശ്വോപാസന അത് തന്നെയാണ്. ഇത് എന്താണ് രണ്ടാം ബ്രാഹ്മണത്തിലെ പ്രത്യേകത? ദ്വിതീയ ബ്രാഹ്മണേ സമ്യക് ഫലമസ്യ പ്രചക്ഷത്തെ. ഈ ദ്വിതീയ ബ്രാഹ്മണത്തിൽ എന്താണ് അതിന്റെ ഫലം എന്നുള്ളതുകൂടി പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത് രണ്ടു മാസത്തിലുള്ള ഒരു ഉപാസന തന്നെയാണ്. ഇതിന്റെ ഫലം ഒന്ന് തന്നെയാണ്. ഹിരണ്യ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഹിരണ്യഗർഭപ്രാപ്തി എന്ന് പറയാം, അല്ലെങ്കിൽ ഹിരണ്യഗർഭം തന്നെയാണ്. അതിന് രണ്ട് ഭാവമുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് സമഷ്ടി വെഷ്ടി ഭാവത്തിൽ. സമഷ്ടിയായി ഇത് സർവാത്മകമായിരിക്കുന്നു, വെഷ്ടിയായി ബ്രഹ്മലോകത്തിൽ ഹിരണ്യഗർഭനായിരിക്കുന്നു. ഇതിന്റെ പ്രാപ്തി, അതാണ് ഇതിന്റെ ഫലം എന്ന് പറഞ്ഞു. അടുത്ത മന്ത്രത്തിൽ നൈവേഹ കിഞ്ചന അഗ്രേ ആസീത് മൃത്തിനൈവേദം ആവൃതം ആസീത് അശനായാഹി മൃത്യു തന്മനു അപുരുത ആത്മന്യസ്യാമിതി സോ അർച്ചൻ അചരൻ തസ്യ അർച്ചതഃ ആപോ അജായന്ത അർച്ചതേ വൈ മേ കം അഭൂതിതി തദേവർക്കസ്യർക്കത്വം കം ഹവ അസ്മൈ ഭവതി യ ഏവം ഏതദർക്കസ്യ അർക്കത്വം വേദ. അത് അഗ്നിരശ്മീത് ഉപയോഗിക്കസ്യ ഉത്പത്തിരിച്ചത്. അടുത്തവിടെ ഇത് ഉപാസനയാണ്. അതിന്റെ അശ്വമേധ യാഗത്തെ സംബന്ധിച്ചുള്ള ഉപാസനയാണ്. അതിൽ അശ്വം പോലെ പ്രധാനമുള്ളതാണ് അഗ്നി. അതുകൊണ്ട് പറയുന്നു അശ്വമേധത്തിന് ഉപയോഗമായിട്ടുള്ള ഈ അഗ്നി, അതിന്റെ ഉപാസന ഇവിടെ വരുന്നുണ്ട്. അതിന്റെ ഉത്പത്തിയെക്കുറിച്ച് പറയുന്നു. അപ്പൊ അഗ്നിയുടെ ഉപാസന എന്നുള്ള നിലയ്ക്കാണ് ഇവിടെ ഉത്പത്തിയെ സ്തുതിക്കുന്നത്. അത് ഈ വേദത്തിൽ പറയുന്ന പല കാര്യങ്ങളും. ഇവിടെ ഉത്പത്തിയെക്കുറിച്ച് പറയുന്നു. ഉത്പത്തിയെക്കുറിച്ച് പറയുമ്പം
അഗ്നി ഉത്പന്നമായത് ഇങ്ങനെയാണ് എന്ന് അഗ്നിയുടെ ഭൗതികമായ ഉത്പത്തിയെ മനസ്സിലാക്കി തരാൻ വേണ്ടി പറയുന്നതല്ല. സൃഷ്ടിസ്ഥിതികളെ കുറിച്ചെല്ലാം വേദത്തിൽ പറയുന്നത് ഭാഷ്യകാരൻ പറയുന്നതനുസരിച്ച് നമ്മൾ അതിന്റെ ഭൗതികമായ ഉത്പത്തി എങ്ങനെയാണ് ഉണ്ടായത്, ഇത്തരം കാര്യങ്ങളൊക്കെ അന്വേഷിക്കണമെങ്കിൽ അത് ഭൗതികമായി അന്വേഷിക്കണം. അതിനാണ് നമ്മൾ ഭൗതിക ശാസ്ത്രം എന്ന് പറയുന്നത്. വേദത്തിൽ അതല്ല ഉദ്ദേശിക്കുന്നു. വേദത്തിൽ എന്താണ്? തദ്ദർശന വിവക്ഷയ. വേദത്തെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ഉപാസ്യമാണ്. അതിന്റെ ഉത്പത്തിയെക്കുറിച്ച് പറഞ്ഞാലും സ്ഥിതിയെക്കുറിച്ച് പറഞ്ഞാലും നാശത്തെക്കുറിച്ച് പറഞ്ഞാലും ഇതെല്ലാം കേവലം ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ്, ഭാവനയ്ക്ക് വേണ്ടിയിട്ട്. ചിലപ്പോൾ അത് പറയുന്നത് വസ്തുസ്ഥിതി ആയിരിക്കണമെന്നില്ല. അതുകൊണ്ട് ഭാഷ്യകാരൻ പറയും സൃഷ്ടിയിലോ മറ്റു കാര്യങ്ങളിലോ ഒന്നും അതിന് താല്പര്യമില്ല. പക്ഷെ എന്നാലും ആൾക്കാരെ പറയും എന്താണ്, ഏതോ ഇങ്ങനെയാണ് ഉണ്ടായത്, അത് വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വേദം പറയുന്നത് വലിയ സയൻസാണെന്ന് പറയും. ഇവിടെ ഈ ആചാര്യന്മാരുടെ അഭിപ്രായത്തിൽ വേദത്തിൽ അങ്ങനെ ഒരു താല്പര്യമേ ഇല്ല. സൃഷ്ടിസ്ഥിതികളെ നമ്മൾ പഠിപ്പിക്കുകയല്ല. അത് പറയുന്ന സ്തുതി എന്ന് പറഞ്ഞാൽ അത് വസ്തുസ്ഥിതിയല്ല. എവിടെയെങ്കിലും സ്തുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അർത്ഥവാദമാണ്. എന്നുവെച്ചാൽ അത് പറയുന്നത് പരമാർത്ഥമേ അല്ല, ഒരു കഥ പോലെ. അതിന് ഉപാസന ഭാവന എന്നതിന് പേര് തന്നെ പറയുന്നു. അപ്പോൾ അതിന്റെ ഭൗതിക വ്യാഖ്യാനങ്ങളല്ല സൃഷ്ടിയോ സ്ഥിതിയോ ഏത് കാര്യത്തെക്കുറിച്ച് പറഞ്ഞാലും മുഖ്യമായിട്ടും അതല്ല. എന്നാലും ഇന്ന് ആൾക്കാർ ഇതിനെയൊക്കെ എന്തോ ആധുനിക ശാസ്ത്രം എന്നുള്ള നിലയ്ക്കൊക്കെ വ്യാഖ്യാനിക്കുന്നു. എന്നാലേ വേദത്തിന് നിലനിൽപ്പുള്ളൂ എന്ന് കരുതിയിട്ടാണ്. പക്ഷെ അതിനോട് ഭാഷ്യകാരൻ യോജിക്കുന്നില്ല. തദ്വിഷയ ദർശന വിവക്ഷയ. ഉപാസന അല്ലെങ്കിൽ ഭാവന അതിനുള്ള താല്പര്യത്തിലാണ് ഈ സൃഷ്ടിയെക്കുറിച്ചൊക്കെ പറയുന്നത്. ഇത് പറഞ്ഞതുപോലെ ഉദാഹരണം പറഞ്ഞ സമുദ്രത്തിൽ നിന്നാണ് കുതിരയുണ്ടായത് എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. ഇവിടെ നമ്മുടെ ഇന്നത്തെ ആൾക്കാർ എന്ത് വ്യാഖ്യാനിക്കുന്നുണ്ടോ, ഡാർവിൻ പറഞ്ഞ കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ആദ്യം സമുദ്രത്തിൽ നിന്ന് മത്സ്യം ഉണ്ടായി, പിന്നെ അതിൽ നിന്ന് ഉണ്ടായി, അങ്ങനെ ഉണ്ടായി അവസാനം കരയിൽ വന്ന് കുതിരയായി. ഇത് ഡാർവിൻ പറയുന്നതിന് എത്രയോ മുമ്പ് നമ്മളെ ഋഷിമാർ കണ്ടുപിടിച്ചിരിക്കുന്നു. അവർക്ക് കൊടുക്കണം നോബൽ പ്രൈസ്. ഇങ്ങനെ പറയും. ഇത് എന്തായാലും ഇങ്ങനെ ഒപ്പിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്, അതൊരു വലിയ ഭാഗ്യം തന്നെ, ഇത്രയുള്ളതുകൊണ്ട്. പക്ഷെ ഇവിടെ അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നു എന്നാണ്. ഇനി ഇങ്ങനെ ആരെങ്കിലും വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിൽ അതും ഒരു കഴിവ് തന്നെയാണ്. അങ്ങനെ വ്യാഖ്യാനിച്ചാലുള്ളൊരു തകരാറ് എന്തിൽ നിന്നും എന്തും വ്യാഖ്യാനിക്കാം. ഈ വ്യാഖ്യാനത്തിനൊരു അറുതിയും അന്തവും ഇല്ലാതെ വരും. ആർക്കും അവരുടെ കൽപ്പന പോലെ എന്തും വ്യാഖ്യാനിക്കാം. എന്ത് സയൻസ് പറയാം, സയൻസോ കണക്കോ എന്ത് വേണോ ഇത് പഠിപ്പിക്കും. പക്ഷെ ഇതല്ല എന്നാണ് ഭാഷ്യകാരൻ പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നതെല്ലാം കേവല ഉപാസന. ചില സാദൃശ്യങ്ങൾ കാണും, അത് സമ്മതിക്കുന്നുണ്ട്. കാരണം അങ്ങനെ ഭാവന ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു അടിസ്ഥാനം വേണമല്ലോ. അതിനപ്പുറം ഇവിടെ ഇതിന്റെ ഭൗതിക തത്വങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയല്ല എന്നാണ് എന്നാണല്ലോ പറയുന്നത്. സ്തുത്യർത്ഥ നൈവേഹ കിഞ്ചന അഗ്ര ആസി. ഇവിടെ ആധ്യാത്മികമായ തത്വങ്ങളെ കുറിച്ച് പറയുന്നു. മൃത്തിനേവ ഇതം ആവൃതം ആസി. മുമ്പ് ഇവിടെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കാരണം അന്ന് പറഞ്ഞല്ലോ ഇതിൽ നിന്നാണ് അശ്വം ഉണ്ടായത്. അപ്പൊ സൃഷ്ടിയെക്കുറിച്ച് അവിടെ പറയുന്നു. അവിടെ തത്വചിന്തയിലേക്ക് വരുന്നു. ഭാവന തത്വചിന്ത രണ്ടും വരും. തത്വചിന്ത എന്തിനാ? പ്രപഞ്ച തത്വത്തെക്കുറിച്ചല്ല, ആത്മതത്വത്തെക്കുറിച്ചുള്ള ചിന്ത വരും. അപ്പോൾ അവിടെ വരുന്നു കിഞ്ചന കിഞ്ചിതമേ നാമരൂപ പ്രവിഭക്ത വിശേഷം നൈവാസിത്വ ബഭൗവ. ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അഗ്രേ പ്രാഗുത്പത്തേഹി മന ആദേഹി. ഈ മനസ്സ് തുടങ്ങിയത് പ്രകടമാകുന്നതിന് മുമ്പ്
എന്താണ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ശൂന്യമേവ ബഭൂവ ഭാഷ്യകാരൻ ചോദിക്കുന്നു, എന്താ ശൂന്യമായിരുന്നു? ഇവിടെ മുതൽ ശൂന്യവാദിയെ നിഷേധിക്കുകയാണ്. പറഞ്ഞല്ലോ ബൗദ്ധന്മാര്, ബുദ്ധന്റെ അനുയായികളിൽ ശൂന്യത്തിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടായതെന്ന് പറയുന്നവരുണ്ട്. ശൂന്യമേവ സ്യാത് പറയുന്നു. ശൂന്യവാദികൾ പറയുന്നു, എന്തുകൊണ്ട് നൈവേഹ പിഞ്ചന, ഒന്നും ഉണ്ടായിരുന്നില്ല ഇത് ശ്രുതേഹേ എന്നല്ലേ പറയുന്നത്. അപ്പൊ ശൂന്യത്തെ തന്നെ സ്വീകരിക്കണം. ഒന്നുമില്ലെന്ന് വെച്ചാൽ അതാണ് ശൂന്യം. ശൂന്യവാദി പറയുന്ന ശൂന്യത്തിന്റെ അർത്ഥം അതാണ്, ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം കാര്യം ആസീത് ഉത്പത്തേഹി, കാരണം അവിടെ എന്താ പറയുന്നത്? ഉത്പന്നമായി എന്നാണ്. ഉത്പന്നമായി എന്ന് പറയുമ്പോൾ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഉത്പന്നമായി എന്ന് പറയാൻ പറ്റും? അത് പറയാൻ പറ്റില്ലല്ലോ. ഉത്പന്നമെന്ന് വെച്ചാൽ ഉണ്ടായി. ഉണ്ടായി എന്ന് പറയുമ്പോൾ അതിന് മുമ്പൊന്നും ഉണ്ടായിരുന്നില്ല എന്നവർ പറയുന്നു. എന്ത് കാര്യമില്ല, കാരണമില്ല, ഒന്നുമില്ല. എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഉത്പന്നമാകേണ്ട ആവശ്യം തോന്നും. അതിന്റെ ആവശ്യമില്ല. ആണ് പറയുന്നത് ഉത്പന്നമായി എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ഒന്നും ഉണ്ടായില്ല എന്നാണ്. ഉത്പത്തിരേഹി ഘടക. ഇത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ എളുപ്പമായതുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ മുമ്പിലുള്ള ഒരു ഉത്പത്തി എടുക്കുന്നത്. നമ്മൾ കാണുന്ന ഒരു സൃഷ്ടി, ഒരു ഉത്പത്തി ഇങ്ങനെയാണെങ്കിൽ ഇതേ യുക്തി തന്നെ ഈ സൃഷ്ടിക്ക് മുമ്പിൽ ഉപയോഗിക്കാം. ഒരു മൺപാത്രം അത് ഉണ്ടാകുന്നതായി കാണുന്നുണ്ട്. അധഃ പ്രാഗുത്പത്തേർ ഘടസ്യ നാസ്തിത്വം. അതുകൊണ്ട് ഉത്പത്തിക്ക് മുമ്പ് അവസ്ഥ ഉണ്ടായിരുന്നില്ല എന്നാണ്. ഇവിടെയും ഒരു കാര്യം ശ്രദ്ധിക്കും. ഇവിടെ ഉത്പത്തിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഉത്പത്തിക്ക് മുമ്പ് എന്തായിരുന്നു, ഉത്പത്തിക്ക് ശേഷം എന്താണ്? ഇതും കേവലമായ യുക്തിയെ ആശ്രയിച്ചിട്ടാണ്. അതിന് ഗുണമുണ്ട്, ദോഷമുണ്ട്. ഉത്പത്തി പോലെയുള്ള കാര്യങ്ങളെ കേവലം യുക്തിയെ ആശ്രയിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന് ദോഷമെന്ന് വെച്ചാൽ അത് വസ്തുനിഷ്ഠമായ പഠനങ്ങളൊന്നുമില്ല. അതല്ല, ബുദ്ധിപരമായ ചിന്ത മാത്രം അതിനെ സംബന്ധിച്ച്. ഇതാണ് ഇതിൽ പറയുന്ന ഒരു ദോഷം. നമ്മൾ ഏതെങ്കിലും ഒരു വസ്തുവിന്റെ ഉത്പത്തിയെക്കുറിച്ചൊക്കെ അന്വേഷിക്കണമെങ്കിൽ അതിന് പരിശോധിച്ച് നോക്കും, വസ്തുനിഷ്ഠമായി പഠിക്കും. കേവലം യുക്തിയിലൂടെ അല്ല അത് തീരുമാനിക്കുന്നു. എന്നുവെച്ചാൽ പാത്രത്തിന് കയ്യിലെടുക്കേണ്ട കാര്യമില്ല, കണ്ടാൽ മതി. കണ്ടിട്ട് ബാക്കിയെല്ലാം മനസ്സിലാണ് നടക്കുന്നത്. എങ്ങനെ ഉണ്ടായി മുഖ്യമായിട്ട്. അതുകൊണ്ട് ചിന്തയിലൂടെ എന്തുകൊണ്ട് അങ്ങനെ ഒരു മാർഗത്തെ സ്വീകരിച്ച് തത്വചിന്തയിൽ പറയുന്നത് അല്ല, എങ്ങനെ വസ്തുനിഷ്ഠമായി പഠിച്ചാലും ശരി, ആത്യന്തികമായി ഇതിന്റെ നിർണയം ഇവിടെ സംഭവിക്കുന്ന ബുദ്ധിയിലാണ്. ബുദ്ധി തന്നെ നിശ്ചയിക്കുന്നത് ഇന്നതാണ്. അപ്പോൾ അവിടെ വസ്തുവിനുള്ള പ്രാധാന്യം ബുദ്ധിക്കാണ്. അതുകൊണ്ട് തത്വചിന്തയിൽ ബുദ്ധിയിലൂടെ നിർണയിക്കുന്നു, ബുദ്ധിക്ക് പ്രാധാന്യം കൊടുത്ത് നിർണയിക്കുന്നു. അതാണ് ഭൗതികമായ പഠനങ്ങളും അന്വേഷണവും തത്വചിന്തയും തമ്മിൽ വ്യത്യാസം. ഭൗതികമായ ചിന്തയിൽ വസ്തുനിഷ്ഠമായ പഠനത്തിനാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. വസ്തുവിനെ ആശ്രയിച്ച് പഠനം നടക്കുന്നു. തത്വചിന്തയിൽ ബുദ്ധിയെ ആശ്രയിച്ച് പഠനം നടക്കും. കാരണം അത് പറയുന്നത് ആത്യന്തികമായ നിർണയം ബുദ്ധി സംഭവിക്കുന്നു, ഇന്നത് ഇങ്ങനെയാണ് എന്നുള്ള കാര്യം. ബുദ്ധിയാണ് എല്ലാത്തിനും വെളിപ്പെടുത്തുന്നത്. ബുദ്ധിയിലാണ് സർവവും വെളിപ്പെടേണ്ടത്. അതുകൊണ്ട് യുക്തിയെ ആശ്രയിച്ച് ആണ് ചർച്ച.
ഇവരെല്ലാം ഈ പറയുന്ന ബൗദ്ധന്മാരിലൂടെ പ്രധാനമായിട്ട് രണ്ടു കൂട്ടരെയാണ് ഭാഷ്യകാരൻ ചോദ്യം ചെയ്യുന്നത്. ഒന്ന് ശൂന്യവാദികളും മറ്റൊന്ന് ക്ഷണിക വിജ്ഞാനവാദികളും. അതിന്റെ ശൂന്യവാദത്തിനൊക്കെ ഇന്നും പ്രചാരമുണ്ട്. പക്ഷെ ഈ പറയുന്ന ശൂന്യവാദം, ഒന്നുമില്ല എന്ന് പറയുന്ന ശൂന്യവാദം, അതിനെ യുക്തി കൊണ്ട് സമർത്ഥിക്കാൻ പ്രയാസമാണ്. അത് ഭാഷ്യകാരൻ തന്നെ നിശിതമായി നിഷേധിക്കും. ഒരിക്കലും യുക്തിയിലൂടെ ഒരു ശൂന്യതയെ സമർത്ഥിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ശൂന്യവാദം അസംബന്ധമാണ് എന്നാണ് പറയുന്നത്. പക്ഷെ ഇന്നും ആൾക്കാർ ബുദ്ധൻ പറഞ്ഞതാണ്, അതിന്റെ ശൂന്യമാണ്, സർവശൂന്യമാണെന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷെ അവരെല്ലാം പറയുന്നത് ഈ ഇവിടെ നിഷേധിക്കുന്ന ശൂന്യവാദമല്ല. അവരെല്ലാം പറയുന്ന ശൂന്യവാദം ഫലത്തിൽ അദ്വൈതമാണ്. ഭാഷ്യകാരൻ നിഷേധിച്ചിരിക്കുന്ന ശൂന്യവാദം സമർത്ഥിക്കാൻ ബുദ്ധിമുണ്ട്, അസാധ്യമാണ്. ആ രീതിയിലാണ് അതിനെ നിഷേധിച്ചിരിക്കുന്നത്. ഇന്ന് ശൂന്യവാദത്തെ സ്വീകരിക്കുന്ന പലരും ശങ്കരാചാര്യരോട് വിരോധമുള്ളവരുമാണ്. അതുകൊണ്ടും ആൾക്കാർ ശങ്കരാചാര്യരോടുള്ള വിരോധം കൊണ്ട് ശൂന്യവാദത്തെ സ്വീകരിക്കും. ശങ്കരാചാര്യരുടെ വിരോധം വരാനുള്ള കാരണം ഇതൊക്കെ തന്നെ. സ്ത്രീശൂദ്രന്മാരെല്ലാം അകറ്റി നിർത്തി അതിനെല്ലാം പിന്തുണച്ചു. അതുകൊണ്ട് അതിന്റെ പേരിൽ ശങ്കരാചാര്യരെ വിമർശിക്കുന്നവരുണ്ട്. അവർക്ക് പറ്റിയ ഒന്നാണ് ശൂന്യവാദം. അതുകൊണ്ട് അവർ പറയും ബുദ്ധന്റെ ശൂന്യവാദമാണ്. പക്ഷെ ശങ്കരാചാര്യരുടെ തത്വചിന്തയുടെ ഏറ്റവും വലിയൊരു സവിശേഷത മറ്റേതൊരു തത്വചിന്തയെക്കാളും ശങ്കരാചാര്യ തന്റെ ആ തത്വചിന്തയിൽ തനിക്കൊരു സ്ഥാനവും കൽപ്പിച്ചിട്ടില്ല. തന്നെ അതിന്റെ വക്താവായിട്ട് ഒരിടത്ത് അവതരിപ്പിച്ചിട്ടില്ല. ഒരു ഭാഗത്ത് ഭാഷ്യം മുഴുവൻ നോക്കുക. അതാണ് അതിന്റെ ഒരു വിശേഷത. അദ്വൈതം എന്ന് പറയുന്ന തത്വത്തെ പറയുമ്പോൾ സർവത്ര ശങ്കരാചാര്യ പറയുന്നതാണ് ഇത് ശ്രുതി പ്രാമാണ്യ. അതുകൊണ്ട് ശങ്കരാചാര്യരെ വിമർശിച്ചാലും നമുക്ക് അദ്വൈതത്തെ വിമർശിക്കാൻ ഒക്കത്തില്ല. താനാണ് ഇതിന്റെ അതോറിറ്റി എന്നൊന്നും ശങ്കരാചാര്യ ഒരിടത്തും പറയുന്നില്ല. ശ്രുതി പറയുന്നു, അല്ലെങ്കിൽ പറയും എന്താണ് പൂർവാചാര്യന്മാർ പറയുന്നു. ഇത് ഞാൻ പറയുന്നു, ഞാൻ സാക്ഷാത്കരിച്ചിരിക്കുന്നതാണ്, അല്ലെങ്കിൽ എന്റെ അനുഭവമാണ്, അങ്ങനെയൊന്നും പറയുന്നില്ല. ഇനി ആരുടെയെങ്കിലും അനുഭവം എന്ന് പറഞ്ഞാലും ശരി, ഇന്നും പലർക്കും ഇങ്ങനെ അനുഭവം ഉണ്ടെന്നേ പറയത്തുള്ളൂ. അല്ലാതെ താൻ ഇതിന്റെ ആളാണ് അദ്വൈതത്തിന്റെ അങ്ങനെ പറയുന്നു. അതുകൊണ്ട് ശങ്കരാചാര്യ വിമർശിക്കുന്നവർക്കും അദ്വൈതത്തെ വിമർശിക്കാൻ ഒക്കത്തില്ല. അതിനാണ് അതിന്റെ ഒരു മേന്മയും. അതുകൊണ്ടാണ് ഇത് തിരിച്ചറിയാത്തവരാണ് ശങ്കരാചാര്യർ വിമർശിക്കപ്പെടുന്നു. അതുകൊണ്ട് അദ്വൈതം സ്വീകരിക്കണ്ട, അങ്ങനെയൊക്കെ ചിന്താഗതികളുണ്ട്. പുസ്തകം വായിക്കുന്നവർക്ക് അതൊക്കെ അറിയാം. പക്ഷെ ശങ്കരാചാര്യ വിമർശിച്ചാലും അദ്വൈതത്തെ വിമർശിക്കാൻ പറ്റില്ല. അവിടെ അദ്വൈതത്തെ ശങ്കരാചാര്യ അവതരിപ്പിക്കുന്നത് വളരെ നിരപേക്ഷമായ ഒരു തത്വചിന്ത. അതിന് എന്തിനോടെങ്കിലും ഒരു കടപ്പാടുണ്ടെങ്കിൽ അത് ശ്രുതിയോട് മാത്രമാണ്. അതിനെ നമുക്ക് പറയാം എന്താണ് പൂർവാചാര്യന്മാരുടെ അനുഭവം, സ്വന്തം അനുഭവം. ഞാൻ അദ്വൈതത്തെ സാക്ഷാത്കരിച്ചിരിക്കുന്നതുകൊണ്ട് നിങ്ങളും എന്നെപ്പോലെ സാക്ഷാത്കരിക്കണമെന്നല്ല പറയുന്നു. പൂർവാചാര്യന്മാർ ഇത് ശിശ്രുമ, ശ്രുതിയുടെ വചനം അതാണ്. ഇത് ശിശ്രുമ പൂർവേഷ ഏനസ്തത്വിദക്ഷരേ. നമ്മളോടത് അവർ പറയുന്നു, നമ്മൾ അത് മനസ്സിലാക്കും. പിന്നെ അവിടെ ശങ്കരാചാര്യ
അത് കവിഞ്ഞാൽ ആശ്രയിക്കുന്ന യുക്തിയെ. അപ്പൊ ആ യുക്തിയെ നിഷേധിക്കുക എളുപ്പമല്ല. ആ യുക്തി ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ശൂന്യവാദത്തെ നിഷേധിക്കുന്നത്. യുക്തിയിലൂടെ ശങ്കരാചാര്യൻ നിഷേധിച്ച ആ ശൂന്യവാദത്തെ തിരിച്ചുകൊണ്ടുവരാൻ പ്രയാസമാണ്. ശങ്കരാചാര്യരുടെ വിരോധം ഉണ്ടായാലും അത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല. അത്ര ശക്തമായിട്ടാണ് അത് നിഷേധിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിയിരിക്കുന്നു. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ അതിന്റെ പിറകെ അത് ശങ്കരാചാര്യൻ പറയുന്നുണ്ട്. എന്തിന് ഈ വാദവിവാദങ്ങളിലേക്ക് പോകണം? തത്വം പറഞ്ഞാൽ പോരെ? അത് പറയും പോരാ, വാദവിവാദങ്ങളിലേക്ക് പോയേ തീരും. ഇല്ലെങ്കിൽ ഈ ശൂന്യവാദം പോലെയുള്ളതിനെ കുറിച്ച് ചിലർ പറയുമ്പോൾ ഇനി ആരെങ്കിലും പറയണം ഞാൻ ഇതാ ആ ശൂന്യ എന്റെ അനുഭവമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ശ്രദ്ധ കൊണ്ട് ആൾക്കാർ അതിന്റെ പുറകെ പോകും. ശരിയായിരിക്കും, എന്റെ ഗുരുവിന്റെ അനുഭവമാണ് ശൂന്യെന്ന് ഞാനും പോകും. മനുഷ്യന്റെ സ്വഭാവമാണ്. അങ്ങനെ വരാൻ പാടില്ല. അങ്ങനെ ശൂന്യം കേട്ട് ആരുടെയെങ്കിലും പിറകെ സഞ്ചരിക്കാൻ പാടില്ല. അതുകൊണ്ട് ശ്രദ്ധാലുക്കളായ ആൾക്കാർ വഴിതെറ്റി സഞ്ചരിക്കും. അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും ശൂന്യം എന്ന് പറയണമെങ്കിൽ അതിനെ നിഷേധിക്കുന്നു. അസാധ്യമല്ല. അങ്ങനെ നിങ്ങൾ പോകുന്നെങ്കിൽ ഒരു വട്ടം ഒന്ന് ആലോചിക്കുക, അത് സാധ്യമാകുമോ? അങ്ങനെ ഒരു ശൂന്യത്തെ അംഗീകരിക്കാൻ പറ്റുമോ? അത് പറ്റില്ല എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ക്ഷണിക വിജ്ഞാനവാദം, പലതരത്തിലുള്ള വാദങ്ങൾ, അതിനെല്ലാം നിഷേധിച്ചു കഴിഞ്ഞാൽ അതിന്റെ പിറകെ ആൾ പോകാതിരിക്കും. അതിനുവേണ്ടി പറയുകയാണ്. അപ്പൊ ശ്രദ്ധാലുക്കൾ വഴിതെറ്റാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിനെല്ലാം ഞാൻ നിഷേധിക്കുന്നത്. വാദേ വാദേ ജായതേ തത്വബോധ എന്നും പറയുന്നു. അത് അതിന്റെ മറ്റൊരു പ്രയോജനമാണ്. ഒരു വസ്തുവിനെ അതിന്റെ യഥാർത്ഥ സ്വരൂപം ഇന്നതാണെന്ന് മനസ്സിലാക്കുന്നത് വളരെ സഹായിക്കും. എന്താണ് അത് ഏതല്ല എന്ന് മനസ്സിലാക്കുന്നു. സഹായിക്കും. ഇന്നതല്ല, ഇത് ശൂന്യമല്ല, ഇത് ക്ഷണിക വിജ്ഞാനമല്ല, ഇങ്ങനെ മനസ്സിലാക്കുന്നത് സഹായിക്കും. അപ്പോൾ അതിൽ നിന്ന് അത് ഒഴിവാക്കാമല്ലോ. അപ്പോൾ നിഷേധ പ്രതിയോഗിയായിട്ടെന്ന് പറയും. ആ തത്വത്തെ മനസ്സിലാക്കുക. ഇതിനെയൊക്കെ നിഷേധിച്ചു കഴിഞ്ഞാലും നിഷേധിക്കാൻ പറ്റാത്തതായി മനസ്സിലാക്കുക. കാരണം ഇവിടെ പ്രാധാന്യം കേവല ശ്രദ്ധയ്ക്കോ മറ്റെന്തെങ്കിലും അനുഷ്ഠാനത്തിനുണ്ടോ? ഇവിടെ പ്രാധാന്യം വിചാരത്തിനാണ്. വിചാരത്തെയാണ് വാദം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ആ തത്വനിഷ്ഠയ്ക്ക് ഏതല്ല എന്ന് പറഞ്ഞാൽ നിഷേധിക്കും വേണം. ഇതല്ല, ഇതാണ് ഇതിന്റെ ശൈലി, മാർഗം. അന്ന് ഇക്കാര്യത്തിന് വിശേഷം പ്രാധാന്യമുണ്ടായിരുന്നു. അന്ന് എന്തെങ്കിലും ഒരു ആശയം പറഞ്ഞു കഴിഞ്ഞാൽ അത് വിദ്വാൻമാരുടെ മുമ്പിൽ വന്നു അവതരിപ്പിച്ച് അവരുടെ അംഗീകാരം നേടണം. അതിന് ശങ്കരാചാര്യ ദിഗ്വിജയം നടത്തിയെന്നാണ് പറയുന്നത്. വിദ്വാൻമാരെ അനുമോദിച്ചാലേ അതൊരു തത്വമായി അതിന് അംഗീകാരം ലഭിക്കത്തുള്ളൂ. അല്ല ഒരാൾ എന്തെങ്കിലും പറയണതിന്റെ കൽപ്പന അത് കേട്ട് അതിന്റെ പിറകെ പോവുക, അതിനാരും തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് ചർച്ച ആവശ്യമായിട്ട് വരുന്നു. അതുകൊണ്ട് ഇവിടെ ശൂന്യവാദത്തെ നിഷേധിക്കുന്നു. ശൂന്യവാദം പറയുന്നു കാര്യകാരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇവിടെ ഉത്പത്തി എന്ന് പറഞ്ഞിരിക്കുന്നു. ഉത്പത്തിരേഹി ഘടക, മൺപാത്രം അതുണ്ടാകുന്നുണ്ട്. അതഹ പ്രാഗുത്പത്തേ ഘടസ്യ നാസ്തിത്വം, അതുകൊണ്ട് ഉത്പത്തിക്കുമ്പോൾ അതുണ്ടായിരുന്നില്ല. അതാണ് ശ്രുതി പറയുന്നത് നൈവേഹ കിഞ്ചന ആഗ്രഹസി, ഇതൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നമുക്കൊരു
പാത്രത്തെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഉത്പത്തിക്ക് മുമ്പ് അതുണ്ടായിരുന്നില്ല, സംശയമൊന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പ്രപഞ്ചത്തെ ആകം പരിശോധിച്ചു, ഇത് ഉത്പത്തിക്ക് മുമ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ശുദ്ധശൂന്യമായിരുന്നു എന്ന് പറഞ്ഞാലോ എന്ന് ശൂന്യവാദി പറയുകയാണ്. ഭാഷ്യകാരന് ഒരു രീതിയുണ്ട്. എന്താണ്? പല ശത്രുക്കളുണ്ടെങ്കിൽ അവരെ ആദ്യം തമ്മിലടിപ്പിക്കും, എന്നിട്ട് താൻ മാറിയിരിക്കും, അവസാനം വന്നൊരു തീർപ്പുണ്ടാക്കും. ശരി, നിങ്ങളടിക്കില്ല, ഇതിന്റെ തീരുമാനം നമുക്ക് ഇങ്ങനെയാക്കാമെന്ന്. ഇവിടെ ശൂന്യവാദി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശൂന്യവാദിയോട് ഏറ്റുമുട്ടാൻ വേണ്ടി ഇടപെടുന്നത് താർക്കികന്മാരെയാണ്. നനു കാരണസ്യ നാസ്തിത്വം മൃത്പിണ്ടാദി ദർശന. ശരി, നിങ്ങൾ പറയുന്നതിനോട് ഞങ്ങൾ സ്വീകരിക്കുന്നു. താർക്കികന്മാർ ആരംഭവാദികളാണ്. അവരും പറയുന്നുണ്ട് എന്താണ്? പാത്രം ഉണ്ടാകുന്നതിന് മുമ്പ് അതില്ലായിരുന്നു, അതിന്റെ ഇല്ലായ്മ, അതിനവർ പറയുന്ന പേരാണ് പ്രാഗഭാവം. എല്ലാ കാര്യങ്ങൾക്കും മുമ്പ് അതിന്റെ അഭാവമുണ്ട് എന്നാണ് അവർ പറയുന്നത്, പ്രാഗഭാവം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം മണ്ണിനെ നോക്കിയിട്ട് അല്ലെങ്കിൽ മണ്ണ് ഉരുളയും നോക്കിയിട്ട് ഒരാൾ പറയണം, ഇതാ പാത്രം ഉണ്ടാക്കാൻ വേണ്ടി ശരിയാക്കി വെച്ചിരിക്കുകയാണ്, ഇവിടെ പാത്രം ഉണ്ടാകും, നാളെ കുലാലൻ ഇവിടെ പാത്രത്തെ ഉണ്ടാക്കും. ഇതനുഭവമാണ്. നാളെ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇന്നില്ലെന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ അഭാവം, ഇല്ലായ്മയ്ക്കാണ്. അഭാവം എന്ന് സംസ്കൃതത്തിൽ പറഞ്ഞു അതിന്റെ അർത്ഥം ഇല്ലായ്മ. ആ വസ്തുവിന്റെ ഇല്ലായ്മ, അതിനാണ് വസ്തു ഇല്ലാതിരിക്കുക എന്നുള്ള അവസ്ഥ. അത് നമുക്ക് അനുഭവമാണല്ലോ. അപ്പോൾ അതില്ല, സമ്മതിക്കുന്നു, ചെയ്യാൻ സമ്മതിക്കുന്നു. പക്ഷേ അവരെന്താ പറഞ്ഞത്? എന്ന കാര്യം കാരണം വാ ആസ്യത്, അതാണ് ശൂന്യവാദി പറയുന്നത്. രണ്ടു തമ്മിൽ വ്യത്യാസമുണ്ട്. താർക്കികം പറയുന്നത് പാത്രം മുമ്പില്ലായിരുന്നു. പക്ഷെ എന്താ പറയുന്നത്? കാരണത്തിന് നാസ്തിത്വം. പക്ഷെ കാരണമില്ലെന്ന് പറയാൻ പറ്റത്തില്ല. മൃത്പിണ്ടാദി ദർശന, അവിടെ മൃത്പിണ്ഡം കാണുന്നുണ്ടല്ലോ. ആദ്യം കുലാലൻ മണ്ണെടുക്കുന്നു, അതിനെ ഒരു ഉരുളയാക്കുന്നു, പിന്നീട് അതിനെ ചക്രത്തിൽ വെച്ച് രണ്ട് കപ്പാലങ്ങൾ, രണ്ട് ഓടുകൾ ഉണ്ടാക്കുന്നു, പിന്നെ അതിനെ യോജിപ്പിക്കുന്നു. അത് അങ്ങനെയൊക്കെ ആയിരുന്നു പണ്ട് ഇതുണ്ടാക്കിയിരുന്നു. ഇത് ഒന്നുമില്ല എന്നിങ്ങനെ പറയാൻ പറ്റും. മൃത്പിണ്ഡം ഉണ്ടല്ലോ എന്ന്. മൃത്പിണ്ടാദി ദർശന, ഇവരുടെ ഈ ചിന്താഗതികൾക്കെല്ലാം ബാഹ്യമായി വസ്തുനിഷ്ഠമായി വസ്തുവിനെ സംബന്ധിച്ച് ഉള്ള ഈ ചിന്തകൾ, വസ്തുവിനെ ആശ്രയിച്ചുള്ള ബുദ്ധിയുള്ള ഈ ചിന്തകൾ, ഈ ചിന്തയ്ക്കെല്ലാം ജാഗ്രത സ്വപ്ന സുഷുപ്തികളുമായിട്ടും ബന്ധമുണ്ട്. ജാഗ്രത സ്വപ്നങ്ങളിൽ ഇതെല്ലാം കാണുന്നുണ്ട്, സുഷുപ്തിയിലില്ല. സുഷുപ്തിയിൽ എന്താണ്? ശുദ്ധശൂന്യമാണ്. ജാഗ്രതയിലെല്ലാം പ്രകടമാകുന്നു. ഇത്തരത്തിലും ചിന്തിക്കുന്നുണ്ട്. താർക്കികനും ഇവിടെ പറയുന്നത് പാത്രം മുമ്പ് ഇല്ലായിരുന്നു, ശരിയെന്ന്. പക്ഷെ അവിടെ മണ്ണുണ്ടായിരുന്നില്ല. അപ്പൊ കാരണമില്ല എന്നങ്ങനെ പറയാൻ പറ്റും? ശുദ്ധശൂന്യത്തെ എങ്ങനെ പറയാൻ പറ്റും? എത്ര ഉപലഭ്യതേ തസ്സൈവ നാസ്തിത, എന്ന ഉപലഭ്യതേ തസ്സൈവ നാസ്തിത. ഒരു വസ്തു ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മളെങ്ങനെയാ തീരുമാനിക്കുന്നു? താർക്കികം പറഞ്ഞു, നിങ്ങൾക്കത് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഉണ്ട്. ഇതാണ് സാമാന്യമായി സ്വീകരിക്കാവുന്നത്. അനുഭവപ്പെടുന്നില്ല, ഇല്ല. എന്ന ഉപലഭ്യത തസ്സൈവ നാസ്തിത. പാത്രം ഉണ്ടാകുന്നതിന് മുമ്പ് മണ്ണിൽ പാത്രം കാണുന്നില്ല, ഉപലബ്ധമാകുന്നില്ല. അനുപലബ്ധി എന്ന് പറയും. അത് അനുഭവപ്പെടാതിരിക്കുക. അതുകൊണ്ടല്ലേ ഇല്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് അസ്തു കാര്യസ്യ നാസ്തിത അസ്തു കാര്യസ്യ. അതുകൊണ്ട് പാത്രമില്ല, അത് സമ്മതിക്കാം. കാരണം അത് അനുഭവപ്പെടുന്നില്ല.
അഭാവം ഉണ്ട് എന്ന് പറയുന്നത് അനുപലബ്ധി കൊണ്ടാണ്. അതിന്റെ ഉപലബ്ധി അനുഭവം ഇല്ലാത്തതുകൊണ്ടാണ്. ഇതാണ് അത് കാരണസ്യ. പക്ഷെ മണ്ണില്ലെന്ന് പറയാൻ പറ്റും ഇല്ലല്ലോ. ഉപലബ്ധിമാനത്വം അത് അനുഭവപ്പെടുന്നുണ്ട്. ഇതാണ് താർക്കികൻ പറയുന്ന അഭിപ്രായം. സാമാന്യമായി നമ്മളൊക്കെ ചിന്തിച്ചാൽ ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്. ഇത് പഴയൊരു താർക്കികനും ശൂന്യവാദിയും പറഞ്ഞായിട്ട് കണക്കാണുണ്ട്. ഇന്ന് ചിന്തിച്ചാൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റും. അതിനെ നിഷേധിക്കുന്ന ഒന്നാ പ്രാഗുത്പത്തേഹേ സർവ അനുപലംഭാ. നിങ്ങൾ പറയുന്നത് ശരിയല്ല. ഉത്പത്തിക്ക് മുമ്പ് ഒരനുഭവമില്ല. കാര്യത്തിന്റെ അനുഭവമില്ല, കാരണത്തിന്റെ അനുഭവമില്ല. അതാ പറയുന്നത്. ഇനി പാത്രത്തിന്റെയും മണ്ണിന്റെയും കാര്യമൊക്കെ വരാം. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? നൈവേഹ കിഞ്ചന അഗ്ര ആസി. ഇവിടെ പറയുന്നത് ഇത് പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ചാണ്. അവിടെ പറയുന്നു ന കിഞ്ചന, ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ലെന്നോ. ഇവിടെ നിങ്ങൾ പറയുന്നത് മണ്ണിന്റെയും പാത്രത്തിന്റെയും കാര്യമാണ്. ഞങ്ങൾ പറയുന്നതല്ല, സൃഷ്ടിക്കുമ്പോഴുള്ള കാര്യം. പ്രാഗുത്പത്തേ സർവ അനുപലംഭ. എന്താ സൃഷ്ടിക്കുമ്പോ അവിടെ എന്തെങ്കിലും ഉണ്ടായത് നിങ്ങൾ കണ്ടോ? എന്ത് യുക്തിയാ പറഞ്ഞത്? തർക്കം പറയുന്നത് എന്താണ്? എന്ന് ഉപലഭ്യതേ തസ്സൈവ നാസ്തിക. ഏതാണോ ഒന്ന് അനുഭവപ്പെടാതിരുന്നാൽ അതില്ല. എന്നിട്ട് നിങ്ങൾ പറയുന്നു സൃഷ്ടിക്കുമ്പോൾ കാരണമുണ്ടെന്ന്. എന്താ സൃഷ്ടിക്കുന്ന മുമ്പ് വല്ലതും അനുഭവപ്പെട്ടു? ഇനി പരമാവധി പോയി കഴിഞ്ഞാൽ സുഷുപ്തി വരെ പോവാം. അവിടെ പോയി പരിശോധിച്ച് നോക്കുക, എന്താ അവിടെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഉണ്ടെന്നപ്പോ പാത്രമുണ്ട്, മണ്ണുണ്ട്, എന്താ സുഷുപ്തിയിൽ അതുണ്ടായിരുന്നു? ഇല്ലല്ലോ. അതുകൊണ്ട് പ്രാഗുത്പത്തേഹേ, സൃഷ്ടിക്കുന്ന മുമ്പ് ഒന്നിന്റെ അനുഭവമില്ല. സുഷുപ്തി പോലെ ശ്രുതിയിലും പറഞ്ഞില്ല. ഈ പറയണം ഞാൻ ഇന്നത് സൃഷ്ടിക്കുന്ന മുമ്പ് ഇന്നതിനെ അനുഭവിച്ചു, മണ്ണിനെ അനുഭവിച്ചു, പറയാൻ പറ്റത്തില്ല. പറയുന്ന അനുപലബ്ധിശ്ചേത് അഭാവഹേതു. നിങ്ങൾ പറയുന്ന വ്യക്തി അനുസരിച്ച് അനുഭവപ്പെടുന്നില്ല, അതുകൊണ്ട് അതിന്റെ അഭാവം എന്നാണെങ്കിൽ സർവസ്യ ജഗത് പ്രാഗുത്പത്തി എന്ന കാരണം കാര്യമാപലഭ്യത. അങ്ങനെയാണെങ്കിൽ സൃഷ്ടിക്കുന്ന മുമ്പ് ഞാനും കണ്ടില്ല, നിങ്ങളും കണ്ടില്ല. സർവസ്യ ജഗത, ഈ ജഗത്തിന് കാരണം കാര്യമാപലഭ്യത. അവിടെ കാരണവുമില്ല, കാര്യവുമില്ല. അങ്ങനെ തറപ്പിച്ച് പറയാൻ കാരണം എന്താണ്? അനുഭവിച്ചാലേ ഉണ്ടെന്ന് പറയാൻ പറ്റും. നമ്മൾ സാധാരണ പറയുന്നത് അനുഭവിച്ചില്ലെങ്കിൽ ഇല്ല. സൃഷ്ടിക്കുന്ന മുമ്പ് ആരും ഒന്നും അനുഭവിക്കുന്നില്ല, അതുകൊണ്ടില്ല. തസ്മാ സർവസൈവ അഭാവോ വസ്തു. അതുകൊണ്ട് കാര്യകാരണങ്ങൾ സർവ്വതും. അവിടെ ഒന്നും അനുഭവിക്കാത്തത് കൊണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. അതാണ് ശ്രുതി പറയുന്നത് നൈവേഹ കിഞ്ചനാന്തരാസി. വീണ്ടും പറയുന്നു അത് ശരിയല്ല. അത് ശരിയല്ല. അപ്പം നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഒരു സിദ്ധാന്തത്തെ അവതരിപ്പിക്കുന്നതിന് വേണ്ടി നമുക്കിഷ്ടമുള്ള ഒരു ഭാഗത്തെ മാത്രം എടുക്കുക, ബാക്കി കണ്ടില്ലെന്ന് അടിക്കുക, അതിനെ സമർത്ഥിക്കുക. ഇതാണ് ശരി, അത് ശരിയായ രീതിയല്ല. മുന്നിലോട്ടും പിന്നിലോട്ടും ഒക്കെ നോക്കണം. ഇവിടെ പറഞ്ഞ ശരിയാണ്, നൈവേകിഞ്ചന അഗ്ര ആസി, അത് ശരിയാണ്. പക്ഷെ തൊട്ടടുത്ത് പറയുന്നത് എന്താണ്? മൃത്യുന ഏവ ഇതം ആവൃതം ആസീ. നിങ്ങൾ പറയുന്നുണ്ടല്ലോ മൃത്യുവിനാൽ ഇതെല്ലാം ആവരണം ചെയ്യപ്പെട്ടിരുന്നു. ഇതെന്താ കാണാത്തത്? ഈ കാണുന്ന ഒന്നും അവിടെ കണ്ടിരുന്നില്ല, പക്ഷേ മൃത്യുവിനാൽ ഇതെല്ലാം ആവരണം ചെയ്യപ്പെട്ടിരുന്നു. ഏതുപോലെ? വെളിച്ചം വരുമ്പോൾ ഇതെല്ലാം കാണുന്നു, ഇരുളിലോ ഒന്നും കാണുന്നില്ല, അതുകൊണ്ടില്ലെന്ന് പറയാൻ പറ്റും. അവിടെ നമ്മൾ പറയും എന്താണ്? ഇരുട്ടിനാൽ എല്ലാം ആവരണം ചെയ്യപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നുമില്ലെന്നുള്ള അർത്ഥം. ആവരണം ചെയ്യുന്നു ഒരു ഇരുട്ടും ആവാര്യം ആവരണം ചെയ്യപ്പെടുന്നതായ വസ്തുക്കളും അവിടെ ഉണ്ടായിരുന്നു.
അതുപോലെയാണ് ഇവിടെ പറയുന്നത് മൃത്തിനായി വൈദം ആവൃതം ആസീത്. അതുകൊണ്ട് ശൂന്യം എന്നർത്ഥമില്ല. നിങ്ങൾ അനുഭവിക്കാൻ അവിടെ ഉണ്ടായിരുന്നില്ല, നിങ്ങൾക്ക് അനുഭവിക്കേണ്ടത് ഒരു വിഷയമില്ല, അതുകൊണ്ട് ശൂന്യം എന്നങ്ങനെ പറയാൻ പറ്റും. ഉള്ള ഒരു വസ്തുവിനെ അനുഭവിക്കാതിരുന്നത് ശൂന്യമാകും ഇല്ലല്ലോ. അതുകൊണ്ട് പലപ്പോഴും നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ അതൊക്കെ ശരിയാണെന്ന് തോന്നുന്നു, യുക്തിയാണെന്ന് തോന്നുന്നു, ചിന്തിക്കുമ്പോൾ അസംബന്ധമാണ്. മൃത്തിനെ വേദമാവൃതമാസീതി ശ്രുതേ യതി കിഞ്ചിത് വിനാസി ഏനാവൃയത്. നിങ്ങൾ പറയുന്ന തരത്തിൽ ശുദ്ധശൂന്യമാണ്, ഒന്നുമില്ലാന്നല്ലേ പറയുന്നത്, കാര്യമില്ല, കാരണമില്ല. അങ്ങനെയാണെങ്കിൽ ഏനാവൃയത്, എന്തുകൊണ്ട് അവിടെ ആവരണം ചെയ്തു? ആവരണം ചെയ്യാനൊന്നും വേണമല്ലോ. ഇരുട്ടുകൊണ്ട് വസ്തുക്കളെയൊക്കെ ആവരണം ചെയ്യുന്നത് പോലെ അവിടെയും ഒന്നുണ്ടായിരുന്നു. യച്ച ആവൃയത, എന്തിനെയാണ് ആവരണം ചെയ്തത് അതും പറയേണ്ടി വരും. ഇരുൾ എന്തിനെയാണ് പൊതിഞ്ഞിരിക്കുന്നത്? മേശയും കസേരയും എല്ലാം ഇരുൾ പൊതിഞ്ഞിരിക്കുകയാണ്, വെളിച്ചം വരുന്നത് വരെ. രണ്ടു കാര്യങ്ങളുണ്ടല്ലോ, ആവരണം ചെയ്യുന്ന ഒന്ന്, ആവരണം ചെയ്യപ്പെടുന്ന ഒന്ന്. ഇനി ഒന്നുമില്ല എങ്കിൽ തഥാന അവക്ഷ്യൻ മൃത്തിനൈവ ഇദം ആവൃതം. നിങ്ങൾ പറയുന്ന തരത്തിൽ ശൂന്യം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ താല്പര്യം? പറയുന്നത് കാര്യവുമില്ല, കാരണവുമില്ല, ഒരു വസ്തുവില്ല, അതാണ് പറയുന്നത്. നമുക്ക് സങ്കല്പിക്കാൻ തന്നെ പ്രയാസമാണ്, എന്നാലും ഒന്ന് മനസ്സിലാക്കും, ഒന്നുമില്ലാതിരിക്കുക. ഒന്നുമില്ലാതിരിക്കുന്നതിനെ കുറിച്ച് സങ്കല്പിക്കാൻ പറ്റത്തില്ല. അതാണ് ശൂന്യത്തിന് പറയുന്നത്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ തഥാന അപക്ഷൻ മൃത്തിന ഏവ ഇതം ആവൃതം, മൃത്യുവിനാൽ ഇതെല്ലാം മൂടപ്പെട്ടിരുന്നു എന്ന് പറയില്ലായിരുന്നു. ഒന്നുമില്ല. അപ്പോ അവര് പറയുകയാണ്, അതുകൊണ്ട് ഒന്നുമില്ലായ്മയെ ആവരണം ചെയ്തിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ശൂന്യവാദികൾ പറയുന്നത് മൃത്തിനെയോ ഇതം ആവൃതം ആസീതെന്ന് പറഞ്ഞാൽ ഒന്നുമില്ലായ്മയെ ആവരണം ചെയ്തിരുന്നു. എന്താ ആവരണം ചെയ്ത? ഒന്നുമില്ലായ്മ എന്ന്. ഇല്ലായ്മയെ ആവരണം ചെയ്തിരുന്നു എന്ന് പറഞ്ഞാലോ? എന്ന് പറഞ്ഞാൽ അത് ഏതുപോലെ ആയിരിക്കും പറയുന്നത്? നഹി ഭവതി ഗഗന കുസുമച്ഛന്നു വന്ധ്യാപുത്രൈ. വന്ധ്യാപുത്രൻ എന്നുവെച്ചാൽ ജനിക്കാത്ത ഒരു സന്താനം ആകാശ കുസുമം ചൂടിയിരിക്കുന്നു എന്ന് പറയും പോലെയാണ്. ആ ജനിക്കാത്ത പുത്രൻ ആകാശപുഷ്പത്തെ ചൂടിയിരിക്കുന്നു എന്ന് പറയുമ്പോഴാണ്. ഇത് രണ്ടിനും ഒരർത്ഥമില്ല. ആകാശകുസുമവുമില്ല, ജനിക്കാത്ത പുത്രനുമില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതുപോലെ ഒന്നുമില്ലായ്മ ആവരണം ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത് അർത്ഥമില്ലാത്ത വാക്കുകൾ പ്രയോഗിക്കുന്നതിനുള്ളൂ, അതിനൊന്നും കാര്യമില്ല. അങ്ങനെ അർത്ഥമില്ലാത്ത വാക്കുകൾ ഉപയോഗിച്ചെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. വിവരദോഷി തള്ളിക്കളയാം. ഈ ശൂന്യം എന്നൊക്കെ പറയുന്നത് അർത്ഥം അറിയാതെ പറയുകയാണ്, ചിന്തിക്കാതെ പറയുകയാണ്. ബുദ്ധൻ ശൂന്യത്തെ പറഞ്ഞു. എന്ത് ശൂന്യമാ ബുദ്ധൻ പറഞ്ഞെന്ന് ചോദിച്ചാൽ അവനും അറിയത്തില്ല, ബുദ്ധനും അറിയത്തില്ല. അങ്ങനത്തെ ഒരു ശൂന്യമാണ് പറയുന്നത്. അതുകൊണ്ട് അതൊന്നും യുക്തിക്ക് നിരക്കുന്നതല്ല, ചിന്തയിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല. അത് പറഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും, അർത്ഥമില്ലാത്ത വാക്ക് ആണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ശ്രുതി അതല്ല പറയുന്നത്. ശ്രുതി അർത്ഥമില്ലാത്ത വാക്കല്ല പറയുന്നത്. ബ്രവീതിക മൃത്യുനൈവ ഇദം ആവൃതം ആസി. മൃത്യുവിനാൽ ഇത് ആവരണം ചെയ്യപ്പെട്ടിരുന്നു എന്നാണ് ശ്രുതി പറയുന്നത്. തസ്മാത് യേനാവൃതം കാരണേന യഥാവൃതം കാര്യം പ്രാഗുത്പത്തേ തത് ഉഭയം ആസി ശ്രുതേ പ്രാമാണ്യാ അനുമേയത്വാച്ച. എന്താ പറയുന്നത്? ബൗദ്ധൻ പറയുന്നത് എന്താണ്? ശൂന്യവാദി, കാര്യമില്ല, കാരണമില്ല. താർക്കികൻ പറയുന്നത് എന്താണ്?
കാരണം ഉണ്ടായിരുന്നു, കാര്യമില്ല. മണ്ണുണ്ട്, പാത്രമില്ല. പാത്രത്തിന്റെ അഭാവമാണ്. അദ്വൈതി പറയുന്നത് എന്താണ്? എല്ലാം അവിടെ ഉണ്ടായിരുന്നു. മണ്ണും ഉണ്ടായിരുന്നു, പാത്രവും ഉണ്ടായിരുന്നു, കാരണം ഉണ്ടായിരുന്നു, കാര്യവും ഉണ്ടായിരുന്നു. ഒന്നിനും നിഷേധിക്കാൻ ഒരിക്കലും സാധ്യമല്ല. ഏതിനെങ്ങനെ നിഷേധിക്കാൻ പറ്റും? സർവവും സത്തല്ലേ. ആത്മീയവേദം സർവം, അതല്ലേ അദ്വൈതിയുടെ സിദ്ധാന്തം. അതുകൊണ്ട് സർവവും സദാ സർവത്ര ഉള്ളതാണ്, സത്താണ്. ഇവിടെയൊക്കെ അതല്ല പറയുന്നത്. ഇവിടെ യുക്തിക്ക് അനുസരിച്ച് മറുപടി പറയുകയാണ്. എന്താണ്? തസ്മാദേന ആവൃതം കാരണേന. ഏതൊന്നുകൊണ്ടാണോ അവിടെ ആവരണം ചെയ്യപ്പെട്ടത്, ഏത് ഒരു ഇരുളുകൊണ്ടാണോ വസ്തുക്കളെ അവിടെ ആവരണം ചെയ്തത്, ആവൃതം, എന്തൊക്കെ വസ്തുക്കളാണോ അവിടെ ആവരണം ചെയ്യപ്പെട്ടത്, മേശയും കസേരയും എല്ലാം മുറിയിൽ ഇരുളുകൊണ്ട് ആവരണം ചെയ്യപ്പെടുന്നത് പോലെ കാര്യം, അതുപോലെ ഈ കാര്യങ്ങളെല്ലാം ഈ ജഗത്ത് പ്രാഗുത്പത്തേഹേ, ഉത്പത്തിക്ക് മുമ്പ്, അല്ലെങ്കിൽ ഈ പാത്രം ഉത്പത്തിക്ക് മുമ്പ് തതുഭയമാസി, രണ്ട് ഉണ്ടായിരുന്നു എന്നാണ്. രണ്ടുകൊണ്ടെന്ന് എന്തുകൊണ്ട് പറയുന്നു? ഇവിടെ രണ്ട് കാര്യം ശ്രുതി എന്ന് പറയുന്നു. വൃത്തിന ഏവ ഇതം ആവൃതം ആസീ എന്നാണ്. ഇതെന്ന് പറയുന്നത് എന്താണ്? കാര്യത്തെയാ പറയുന്നത്. അപ്പൊ കാര്യമെല്ലാം അവിടെ ഉണ്ടായിരുന്നല്ലോ. അതിനെ മൂടാനൊന്നുണ്ടായിരുന്നു. മൃത്യു പ്രാഗുത്പത്തേഹേ തത് ഉഭയം ആസീ ശ്രുതേഹി പ്രാമാണ്യ. അനുമേയത്വ അനുമാനിക്കുകയും ചെയ്യും. എന്താണ്? എന്താ അനുമാനിക്കുന്നത്? ഇല്ലാത്ത ഒന്നുണ്ടാവും. മണ്ണിലില്ലാത്ത മൺപാത്രത്തിന് ഒരിക്കലും ഉണ്ടാകാൻ പറ്റത്തില്ല. ഇല്ലാത്ത ഉണ്ടായിരുന്നെങ്കിൽ മണ്ണിൽ നിന്ന് പാലും തേനും എല്ലാം ഉണ്ടായിരുന്നു. ഇല്ലാത്ത ഒന്നും ഉണ്ടാകാം. പക്ഷെ മണ്ണിൽ നിന്ന് മൺപാത്രമേ ഉണ്ടാകുന്നുള്ളൂ, പാലും തേനും ഒന്നും ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ട് അങ്ങനെ ഒരു നിയമം വന്നത്? ഇതിനെക്കുറിച്ച് ബ്രഹ്മസൂത്രത്തിൽ വളരെ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. എല്ലാവരും പാത്രം ഉണ്ടാക്കണമെങ്കിൽ മണ്ണന്വേഷിച്ച് നടക്കുന്നു. അതിന് പാലും തേനും ഒന്നും അന്വേഷിച്ച് നടക്കുന്നില്ല. അതിൽ നിന്നും പാത്രം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നില്ല. അപ്പോൾ എന്തോ ഒരു ബന്ധമുണ്ട് ഈ മണ്ണും പാത്രവും തമ്മിൽ. എന്താ ബന്ധം? ഈ പാത്രം മണ്ണിൽ മാത്രമേ ഉള്ളൂ, വേറൊരിടത്തുമില്ല. അപ്പോൾ മണ്ണിലുള്ള പാത്രത്തിൽ തന്നെയാണ് പുറത്തെടുക്കുന്നത്. അതിൽ നിന്നത് പ്രകടമാകുകയാണ്. പ്രകടമാക്കുന്ന ജോലിയേ ഉള്ളൂ, ഉണ്ടാക്കുന്നു. അതവിടെ ഉണ്ടായിരുന്നു. കാര്യം സത്താണ് സൃഷ്ടിക്ക് മുമ്പ്. അല്ലെങ്കിൽ പാത്രം വേറെ ഏതിൽ നിന്നും ഉണ്ടാക്കാമായിരുന്നു. മണ്ണിൽ നിന്ന് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതുകൊണ്ട് സത്താണ്. സാഖ്യന്മാരും ഈ സത്കാര്യവാദികളാണ്. ഏകദേശം അതുപോലെ അദ്വൈതി സ്വീകരിക്കുന്നത് ആ സത്തായിരുന്നു. അനുമീയതേ, അതനുമാനിക്കുന്നു. സപ്രാഗുത്പത്തേ കാര്യകാരണയോരസ്തിത്വം, കാര്യകാരണങ്ങളെല്ലാം ഉത്പത്തിക്ക് മുമ്പുണ്ടായിരുന്നു, ഉള്ളത് പ്രകടമായതാണ്. കാര്യസഹി സതോ ജായമാനസ്യ കാരണേ സമുത്പത്തി സതി ഉത്പത്തി ദർശന അസതി അദർശന. ഈ കാര്യം കാരണത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ട്? മണ്ണ് ഉണ്ടെങ്കിൽ മാത്രമേ കൂടെ ഉണ്ടാവുന്നുള്ളൂ, മൺപാത്രം ഉണ്ടാവുന്നുള്ളൂ. സ്വർണം ഉണ്ടെങ്കിൽ മാത്രമേ സ്വർണ്ണപാത്രം ഉണ്ടാവൂ, വെള്ളി ഉണ്ടെങ്കിൽ മാത്രമേ വെള്ളിപ്പാത്രം ഉണ്ടാവൂ. എന്തുകൊണ്ടാണ് അങ്ങനെ നിയമം വരുന്നത്? അത് അതിലുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അതിൽ നിന്ന് പ്രകടമാകുന്നത്. അത് വേറെ എവിടെ നിന്നെങ്കിലും സ്വർണ്ണം, മണ്ണിൽ നിന്ന് വെള്ളിപ്പാത്രം വരണം, സ്വർണത്തിൽ നിന്ന് മൺപാത്രം വരണം, അത് സംഭവിക്കുന്നില്ലല്ലോ. തീർച്ചയായിട്ടും ഉള്ളതേ പുറത്തെടുക്കാൻ പറ്റും, ഇല്ലാത്ത പുറത്തെടുക്കാൻ പറ്റും. നമ്മളൊരു മുറിക്കകത്തൊരു പാത്രം കൊണ്ടുവച്ചാൽ അവിടെ നിന്ന് പുറത്തെടുക്കാം, അവിടെ ഇല്ലെങ്കിൽ ഇറക്കാൻ പറ്റും, ഇല്ല. എന്നാണ് കാര്യസിഹി സതോ ജായമാനസ്യ കാരണേ സതി. കാര്യം കാരണമുള്ളപ്പോ അല്ലെങ്കിൽ കാരണത്തിലുള്ളപ്പോ ഉത്പത്തി ദർശനമാണ്, അത് ഉത്പന്നമാകുന്നു. അസതിജ അദർശന, ഇല്ലെങ്കിൽ അതുണ്ടാകുന്നില്ല. കാരണം
ഇല്ലെങ്കിൽ കാര്യമില്ല. ജഗതോപി പ്രാഗുത്പത്തേ കാരണാസ്തിത്വം അനുമീയതേ ഘടാദി കാരണാസ്തിത്വം. അതുകൊണ്ട് ഈ ജഗത്ത് ഉത്പത്തിക്ക് മുമ്പ് ഇതിനൊരു കാരണം ഉണ്ടായിരുന്നു എന്ന് ഉറപ്പിക്കുന്നു. ഇതും അവിടെ ഉണ്ടായിരുന്നു, അവിടെ നിന്ന് പ്രകടമായതാണോ? ഇല്ലാത്തതാണോ ഉണ്ടായത്? അല്ല. ഉറക്കത്തിൽ സുഷുപ്തിയിൽ ഇതൊന്നുമില്ല, ഇതിനൊന്നും അനുഭവിക്കാൻ കഴിയുന്നില്ല. പിന്നെ ഇതിപ്പോ എവിടുന്ന് വന്നു? ഇതൊക്കെ പിന്നെ എവിടുന്ന പ്രകടമായത്? ഇവിടെ നമ്മൾ പറയുന്നു ഇതൊക്കെ ഉണ്ടെന്ന്, അങ്ങനെ അവിടെ ഇതൊക്കെ കൊണ്ട് തന്നെ എന്നാണ് യുക്തി ഇവിടെ പറയുന്നു. അതങ്ങനെ ഇതൊന്നും കാണുന്നില്ലല്ലോ, പക്ഷെ നിങ്ങളുടെ അനുഭവം ഉണ്ടെന്നാണ് അല്ലേ? ഇവിടെ ഇതെല്ലാം ഉണ്ട്. വാസ്തവത്തിൽ ഈ നാമരൂപങ്ങളിലൂടെ അനുഭവിക്കുന്ന എന്തിനാണ്? ഉണ്മയെ, അസ്തിത്വത്തെയാണ് അനുഭവിക്കുന്നത്. അസ്തിത്വത്തെയാണ് ഇവിടെ അനുഭവിക്കുന്നത്. അസ്തിത്വത്തെ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നാമരൂപങ്ങളെല്ലാം ഇങ്ങനെ പ്രകടമായിരിക്കുന്നത്, പ്രകാശിക്കുന്നത്. അതിലൂടെ അസ്തിത്വത്തെ അനുഭവിക്കുന്നു. ഈ അസ്തിത്വം തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് സുപ്തോഹം ആസം, ഞാൻ സുപ്തനായിരുന്നു. അവിടെ അസ്തിത്വത്തെ അനുഭവിക്കുന്നു. ഏതൊരു അസ്തിത്വത്തെയാണോ ഇവിടെ അനുഭവിക്കുന്നത്, അവിടെ ആ അസ്തിത്വത്തെ അവിടെ അനുഭവിക്കുന്നു. അസ്തിത്വം അവിടെ നിലനിൽക്കുന്നു. അനുഭവിക്കുക എന്ന് വെച്ചാൽ നിലനിൽക്കുന്നു. നിഷേധിക്കാൻ വയ്യാതെ നിലനിൽക്കുന്നു. ഞാനില്ലായിരുന്നില്ല എന്ന് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെ അസ്തിത്വം ലയിച്ചിരിക്കുന്നു, ചുരുങ്ങിയിരിക്കുന്നു. ഭാഷകാരൻ പറയാതെ ഏകീഭവിച്ചിരിക്കുന്നു. ഇവിടെ അത് പ്രകടമായിരിക്കുന്നു. ഇല്ലാത്ത ഇവിടെ പ്രകടമായെന്ന് പറയാൻ പറ്റും. അത് അസ്തിത്വമാണല്ലോ. അസ്തിത്വത്തിലൂടെ സർവ്വം പ്രകടമാകുന്നു. അസ്തിത്വം വിട്ടിവിടെ എന്തെങ്കിലും അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ലല്ലോ. ആ അസ്തിത്വമാണ് നാനാരൂപത്തിലൂടെ പ്രകടമാകുന്നത്. അതുകൊണ്ടെന്നേ പറയുന്നുള്ളൂ. അതിനാണ് നമ്മളിവിടെ കാര്യമെന്ന് വിളിക്കുന്നത്, അവിടെ അതിനാ കാരണമെന്ന് വിളിക്കുന്നു. ഇത്രയുള്ള വ്യത്യാസം. അല്ലെങ്കിൽ എവിടെയെങ്കിലും നിന്നുകൊണ്ട് അതിനെ നിഷേധിക്കണം, ഇല്ല എന്ന് പറയും. അത് സാധ്യമല്ല. എന്താ സുഹൃത്തിരുന്ന് പറയാൻ പറ്റും അസ്തിത്വമില്ല? അത് കഴിയുന്നില്ല. അവിടെ പ്രകടമായ അസ്തിത്വമില്ല, അതുകൊണ്ട് തന്നെ അതിനെ നിഷേധിക്കാനും പറ്റുന്നില്ല. ജാഗ്രതത്തിൽ നിന്ന് നിഷേധിക്കാൻ പറ്റും, അവിടെ അസ്തിത്വം ഉണ്ടായിരുന്നില്ല, ഇല്ല, അതൊന്നും നിഷേധിക്കാൻ വയ്യ. ജാഗ്രതത്തിൽ നിന്നുകൊണ്ട് എന്താ പറയുന്നത്? അഹമാസം, ഞാനങ്ങനെ ഉണ്ടായിരുന്നു എന്നാ, ഞാൻ ഉറങ്ങിയിരുന്നു. അവിടെ നിഷേധിക്കാൻ വയ്യ. നിഷേധിക്കാൻ വയ്യെങ്കിൽ ഇത് തന്നെ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്നത് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. അതേ യുക്തി തന്നെയാണ് ഇവിടെയും പറയുന്നത്. കാര്യസ്യ സദോ ജായമാനസ്യ കാരണേ സത്യോത്പത്തി ദർശന അസത്യ അദർശന ജഗതോപി പ്രാഗുത്പത്തേഹേ. ഈ കാണുന്ന പ്രപഞ്ചവും ഉത്പത്തിക്ക് മുമ്പ് ജഗത്തിന്റെയും കാരണാസ്തിത്വം അതനുമാനിക്കാം. ഘടാദി കാരണാസ്തിത്വം, ഈ വസ്തുക്കളുടെ കാരണാസ്തിത്വം പോലെ, കാര്യമായിരിക്കുന്ന പാത്രത്തിന്റെ കാരണാസ്തിത്വം മണ്ണിന്റെ അസ്തിത്വം പോലെ ഈ കാണുന്ന സമ്പൂർണ്ണ പ്രപഞ്ചത്തിന്റെയും അസ്തിത്വം സൃഷ്ടിക്ക് മുമ്പ് അംഗീകരിക്കാം. അത് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടെങ്കിൽ സുഷുപ്തി ദൃഷ്ടാന്തത്തിലൂടെ മനസ്സിലാക്കുക. ഈ അസ്തിത്വത്തിന് ഒരിടത്തും ഒരു ഭംഗവും വരുന്നില്ല. പിന്നെ എങ്ങനെയാ ശൂന്യതായി പറയുന്നു? ആധുനികരായിട്ടുള്ള പലരും പറയുന്നില്ല, ബുദ്ധൻ പറഞ്ഞിട്ടുള്ള ശൂന്യമാണ്, അതിന് ഞങ്ങൾ ശൂന്യമാണ്. അത് ശങ്കരാചാര്യർ പറഞ്ഞല്ല. ചിന്തിക്കാൻ ശേഷിയില്ലാത്ത ആൾക്കാർ ഇവരുടെയൊക്കെ പുറകെ പോയി ഇതാണല്ലോ ശരി എന്ന് വിചാരിക്കും. അങ്ങനെ ഒരു ശൂന്യതയെ
ഒരിക്കലും ബുദ്ധി കൊണ്ട് അംഗീകരിക്കാൻ സാധ്യമല്ല. ബുദ്ധി കൊണ്ട് പരമാവധി അംഗീകരിക്കുക എന്നുള്ളത് അസ്തിത്വം, അതാണ്. അതിനപ്പുറം ഒന്നിനെ അംഗീകരിക്കാൻ കഴിയത്തില്ല. ബുദ്ധിശൂന്യമായ ഒരാൾ എന്തിനെങ്കിലും സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിന് സമാനം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ആ ശൂന്യവാദം ശുദ്ധാസംബന്ധമാണോ, യുക്തിയിൽ നിലനിൽക്കുന്നതല്ല. പക്ഷെ ശൂന്യവാദി അങ്ങനെ വെറുതെ വിടുന്നയാളല്ല. അവർക്ക് ഇനിയും ഈ കാര്യത്തിൽ പറയാനുണ്ട്. നിങ്ങൾ പറയുന്നത് പോലെയല്ല, നിങ്ങൾ ചിന്തിക്കാതെ പറയുകയാണ്. ഒരു വസ്തു ഉണ്ടാകുന്നതിന് മുമ്പ് നിങ്ങൾക്കതിൻ്റെ ഒരു കാരണത്തെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ച് തരാം എന്ന് പറയുന്നുണ്ടെങ്കിലും അത് ഏത് കാരണത്തെ ചൂണ്ടിക്കാണിച്ചാലും അവിടെയെല്ലാം ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ശൂന്യതയാണ്. അത് വ്യക്തമാക്കി തരാം എന്നാണ് അടുത്തവർ പറയുന്നത്. ശിഷ്യതി